ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിസ്കാരത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ ശരീരം മാത്രം നിസ്കാരത്തിലും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടും, പക്ഷെ ആ സെക്കൻഡ് തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരാറുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കയറിക്കൂടും. നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും, അഥവാ ശ്രദ്ധിക്കാൻ ശ്രമിക്കും നിസ്കാരത്തിൽ. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നു. അങ്ങനെ നിസ്കാരം അവസാനിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ശരിക്കും നിസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവിനോട് ശരിക്കും കണക്റ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ആൻഡ് നിങ്ങൾ ഒരിക്കലും ഒരു ബാഡായിട്ടുള്ള മുസ്ലിം അല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ മോശമായിട്ട് മുസ്ലിം ആണെന്നല്ല. നിങ്ങളും ഞാനും ഒക്കെ മനുഷ്യരാണ്. ആൻഡ് നമ്മളെല്ലാവരും നമ്മളുടെ ലെവൽ ബെസ്റ്റ് നമ്മൾ ട്രൈ ആക്കുന്നുണ്ട്. കാരണം നിസ്കാരം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ അതിലുള്ളതെല്ലാം ചൊല്ലുകയും ഓദിക്കുകയും അത് മാത്രമല്ല, മറിച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ നമ്മുടെ പഠിച്ച റബ്ബിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ്. അത് ഈവൻ നമ്മുടെ മനസ്സും ശരീരവും ആകെ തളർന്നിട്ടാണെങ്കിലും. ഇനി ഞാൻ കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇൻഷാല്ലാ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇനി പറയാൻ പോകുന്ന ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കൂട്ടാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കും. സോ ടിപ്പ് നമ്പർ 1, നമ്മൾ നിസ്കാരത്തിൽ എന്താണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിസ്കാരത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ഫോക്കസ് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് മറ്റു ചിന്തകളിലൊന്നും പോകാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് നിസ്കാരത്തിൽ പറയാൻ സാധിക്കും. ആൻഡ് ഈ ഒരു കാര്യമാണ് എന്നെയും കൂടെ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സഹായിച്ചത്. ആൻഡ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്കാത്തിലും ഓതാറുണ്ടല്ലേ, അതിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതൊരു കോൺവെർസേഷൻ ആണ്. നമ്മളെല്ലാവരും നമ്മുടെ പഠിച്ച റബ്ബുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കിയാലോ. നമ്മൾ നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം കുറച്ചും കൂടെ ഫോക്കസോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ചില സമയത്തൊക്കെ ചിലവർ നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കുന്നവരുണ്ടാവും, ജസ്റ്റ് നമ്മൾ നിസ്കരിച്ചു എന്നുള്ള ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ആ നിസ്കാരത്തിൽ ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല, ആ ഒരു ഫീലും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചതെന്ന് നോക്കിയാലോ. നിസ്കാരം നമ്മുടെ നബിക്ക് റെസ്റ്റ് പോലെയായിരുന്നു, അതൊരിക്കലും ഒരു ഭാരമായിരുന്നില്ല. അതുകൊണ്ട് നമുക്കും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ നിസ്കരിക്കാൻ തുടങ്ങുക. അള്ളാഹു നിങ്ങളെ കാണുന്നത് പോലെ നിസ്കരിക്കുക. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ആൻഡ് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളത്. സോ ഇനി നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യാൻ തുടങ്ങുക. അള്ളാഹു ആണ് ഈ ദുനിയാവിനെക്കാട്ടി ഏറ്റവും വലുത്, നിങ്ങളുടെയും എൻ്റെയും വിഷമത്തിനെക്കാട്ടിയും ഏറ്റവും വലുത്, നിങ്ങളുടെ പേടിനെ കാട്ടി വലുത്, എന്തിന് എല്ലാത്തിനും ഉപരി ഏറ്റവും വലുത് നമ്മുടെ അള്ളാഹു ആണ്. ആൻഡ് ആ സമയത്ത് നിങ്ങളും അള്ളാഹുവും മാത്രമായി ചുരുങ്ങി പോകും. നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ നിസ്കരിക്കുക. നമ്മൾ അത് ശ്രമിച്ച് വരുമ്പോൾ നമ്മൾക്ക് പതിയെ അത് ഫീൽ ആവാൻ തുടങ്ങും. സോ ഒരിക്കലും നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യരുത്. ടിപ്പ് നമ്പർ 3, നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കയറി വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാനിക് ആവരുത്, നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ജസ്റ്റ് നിങ്ങൾ ഔസുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് മെല്ലെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 4, നിങ്ങൾ വുളു എടുക്കുമ്പോൾ നമ്മൾ നിയത്തോടു കൂടെ വുളു എടുക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ തന്നെ റിമൈൻഡ് ചെയ്യുക, ഞാനിത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഇത് നമുക്ക് നിസ്കാരത്തിലേക്ക് ഒരു മെൻ്റലി ഒരു ഫോക്കസ് കൊണ്ടുവരും. നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് നമുക്ക് ലഭിക്കും. ടിപ്പ് നമ്പർ 5, നമ്മൾ ചെയ്യുന്ന ഓരോ മൊമെൻറ്റും, അതായത് സുജൂദ് ചെയ്യുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴും കുറച്ച് സെക്കൻഡ്സ് ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുക. ഇത് നമ്മുടെ നിസ്കാരത്തിൻ്റെ വേഗത കുറക്കാനും ഫോക്കസ് കൂട്ടാനും സഹായിക്കും. ടിപ്പ് നമ്പർ 6, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ദുആകൾ
നമ്മൾ സുജൂദിൽ പറയുക. അത് നമ്മൾ സുജൂദിൽ പറയാനുള്ള ദിക്റിന് ശേഷം നമ്മൾ ദുആ പറയുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവായിട്ടുള്ള സംഭാഷണത്തിലാണ് എന്ന ബോധ്യം കുറച്ചും കൂടെ കൂടും. ടിപ്പ് നമ്പർ 7, നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും അത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നിസ്കരിക്കുക. ഇതാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളത്. എല്ലാ നിസ്കാരവും നമ്മൾ നിസ്കരിക്കുമ്പോൾ അതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കുക. അങ്ങനെ വിചാരിച്ചിട്ട് നിസ്കരിച്ചാൽ നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കാം. സോ നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോഴേ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ഗിവപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും നിസ്കരിക്കുക. നിങ്ങൾ ശരിയായ പാതയിലാണ്. ആൻഡ് എല്ലാ നിസ്കാരത്തിലും നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ റബ്ബിനോട് ഒരു സ്റ്റെപ്പ് ക്ലോസ് ആവുകയാണ്. ഈവൻ ആ നിസ്കാരം അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും, ഈവൻ നിങ്ങൾ നിസ്കാരത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും, ഒരു നിമിഷം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിച്ചാലും ആ ഒരു നിമിഷത്തിലായിരിക്കും നിങ്ങൾ അള്ളാഹുലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. യാ അള്ളാഹുവേ, നമ്മളുടെ ഹൃദയത്തിൽ നിസ്കാരത്തിലേക്കുള്ള ആ ഒരു ഇഷ്ടം നീ നൽകണേ. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിന് നിസ്കരിക്കുമ്പോൾ സമാധാനം ലഭിക്കണേ. യാ അല്ലാഹ്, ഒരിക്കലും ഞങ്ങൾ നിസ്കാരത്തിന്റെ മധുരം അറിയാതെ, നിന്നോടുള്ള ആ ഒരു അടുപ്പം അറിയാതെ ഈ ലോകത്ത് നിന്ന് നമ്മളെ കൊണ്ടുപോകല്ലേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടെ സെൻഡ് ചെയ്യുക. അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ യൂസ്ഫുൾ ആകും. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇതിന് ഒറ്റക്കല്ല. നിങ്ങൾ ഒരിക്കലും ഒരുപാട് ദൂരം പോയിട്ടുമില്ല. ആൻഡ് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, നിസ്കാരമാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള താക്കോൽ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നിസ്കാരം ഒന്ന് പിഴച്ചാൽ, അല്ലെങ്കിൽ നിസ്കാരം ശരിയില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ശരിയില്ലാണ്ടിരിക്കാനാണ് സാധ്യത. സോ നമ്മുടെ നിസ്കാരം ഒരുപാട് ശ്രദ്ധ കൊടുത്തും അർത്ഥം മനസ്സിലാക്കിയിട്ടും നിസ്കരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിലും നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് സമയമുണ്ട്. എപ്പോഴും എനിക്കും നിങ്ങൾക്കും നമ്മളെ സൃഷ്ടാവായ പഠിച്ച റബ്ബിലേക്ക് മടങ്ങാം. ആൻഡ് നമുക്കെല്ലാവർക്കും മരിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ആര് എപ്പോൾ എവിടെ വേണമെങ്കിലും വെച്ച് മരിക്കാം. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാഹ് നമ്മൾക്കെല്ലാവർക്കും നന്നാവാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അള്ളാഹു നമ്മളുടെ എല്ലാവരോടും ക്ലോസ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.